വലിയൊരു അപകടത്തിൽ നിന്നാണ് കരകയറി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പറയാൻ. ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ മിഷേൽ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറേ കാക്കി ഡ്രസ്സിട്ട ലേഡീസ് അവിടെ നിൽക്കുകയും ചെയ്തപ്പോൾ സത്യത്തിൽ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇന്ന് എന്തിനാ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അപ്പം എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അതിലേക്ക് കൂടി വന്നോളും, ട്യൂബിൽ കൂടി കിട്ടിക്കോളും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യൂറിനേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ മൂത്രം ഒഴിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കുത്തി വെച്ചിട്ട് എന്നോട് പറയും ഇത് ഓക്സിജൻ ആണെന്ന്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വിവരമില്ലേ, നമ്മൾക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്, നമ്മൾ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്, നമ്മൾ എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ, അറിവില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഹോസ്പിറ്റലൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, ഞാൻ ആസ്ട്രോമെഡ് സിറ്റിയിൽ നിന്ന് വന്നയാളാണ്, എന്നോട് പറയണ്ട എന്താ വ്യത്യാസം ആസ്ട്രോ എന്ന് ചോദിച്ചപ്പോൾ ആസ്ട്രയിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു. സത്യത്തിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തിൽ വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ്. ഇന്നലെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു സിസ്റ്റർ നൈറ്റ് ഓഫ് കഴിഞ്ഞ് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടിക്കെന്ന് ചോദിക്കുകയും കൂടെ ചെയ്തു. അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ PT ദൈവത്തോടൊപ്പം ചേർത്ത് നിന്ന് എന്നെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും. അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരിക്കുകളൊക്കെ കൊണ്ട്, ഞാൻ ചെറിയ പരിക്കെന്നല്ല ഞാൻ പറയുന്നത്, ഇവിടെ വന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതുണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാരാണെങ്കിലും പൊട്ടിത്തെറിച്ചു പോയേനെന്നാണ് ഞാൻ വിചാരിക്കണേ. എന്നോട് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചിക്ക് തടി ഉള്ളത് കൊണ്ടാണ് നന്നായതെന്ന്. അപ്പൊ തടി ഉള്ളത് കൊണ്ട് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ മിഷേൽ ഡോക്ടർ അടുത്ത ദിവസം എന്നോട് വന്ന് പറയാ, ചേച്ചി മാഡത്തിന് അറിയാമോ ഇവിടെ 4 പേരൊക്കെ ചേർന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോണ്ടിരുന്നേ. അത് കേട്ടപ്പോ തടി അത്ര നല്ലതല്ലാന്ന് എനിക്ക് തോന്നി. ഇനിയൊരു വർഷം കൊണ്ടെങ്കിലും ഈ തടിയൊക്കെ ഒന്ന് ഒതുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അതൊക്കെ ഞാൻ അപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തു. ഞാനിത് തമാശയ്ക്ക് പറയുമ്പോൾ ചെറിയ കാര്യത്തിൽ നിന്നല്ല ഞാൻ കരകയറി വന്നിരിക്കണേ എന്നെനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എൻ്റെ വലുതും ഇടതും ഇരിക്കുന്ന ഉണ്ണി ഡോക്ടറിൻ്റെയും അതേപോലെ MD നയിക്കുന്ന MD കൃഷ്ണദാസിൻ്റെയും ഒരു